ഗൈസ് ഇന്ന് ഫേസ് ക്യാം ഇല്ലാത്തൊരു സ്റ്റോറി വീഡിയോ ആണ് ഗൈസ്. സ്റ്റോറി വീഡിയോയ്ക്ക് പൊതുവേ ഫേസ് ക്യാം ഇല്ല ഗൈസ്. അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഗൈസ്. അപ്പോൾ അത് റെക്കോർഡ് ഓഫായിപ്പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി വീഡിയോയുടെ ബാക്കി ഭാഗത്തോട്ട് കിടക്കാം. ഫസ്റ്റ് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്, അത് ഇനിയിപ്പോൾ ഇടുന്നില്ല. ഇത് ഫസ്റ്റ് ഭാഗം അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഭാഗം ആക്കുന്നില്ല, മറ്റേത് അത് ഞാൻ എടുത്തപ്പോൾ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് റെക്കോർഡ് ഓഫായിപ്പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല അല്ലേ? യെസ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് നേരെ തുടങ്ങാം, സ്റ്റോറി വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. നിങ്ങളൊക്കെ എവിടെ എന്താ നമുക്ക് നിൽക്കുന്നു? നീയല്ലേ അല്ലേ വിളിച്ചു? അതൊക്കെ ഗെയിം കളിക്കണ്ട. എടാ നമ്മളിപ്പോൾ അല്ലേ ഗെയിം കളിച്ച്? അല്ല, ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം കളിച്ചില്ല ഗെയിം. ഡോറേമോൻ കളിച്ചില്ല. അല്ല, ഷിൻചാനാ കളിക്കാത്തത്. അല്ല, അവൻ കളിച്ചു. നമ്മൾ നേരത്തെ വന്നപ്പോൾ അവരോട് ഒരുമിക്കും. അപ്പോൾ ഡോറേമോനെ പോയി വന്നിരുന്ന് ഇവിടെ കളിക്കി. ഡോറേമോനെ കളിച്ചു കഴിഞ്ഞല്ലോ. ഡോറേമോനെ ഒന്നുകൂടെ കളിച്ചു വേണമെങ്കിൽ. മാമ കഴിച്ചു. കളിച്ചോ? ഓക്കെ, ഡോറേമോൻ കളിച്ചു കഴിഞ്ഞാൽ ഓക്കെ ബാ. ആൾക്ക് പുറത്തിരുന്ന് കളിച്ചാലോടാ അയച്ചാലോടാ കഴിക്കാനും. ഓക്കെ, അപ്പോൾ ടേബിൾ നോക്കിക്കോ. ഇവിടുത്തെ അല്ല, വേറെ ടേബിൾ പറഞ്ഞിട്ട് പുറത്ത് ടേബിൾ ആക്കണം. നമ്മുടെ ടേബിൾ, അതെ, ഈ ടേബിൾ നോക്ക്, ഈ ടേബിൾ നോക്ക്. എടാ നമ്മൾക്ക് നമ്മളുടെ താറിൻ്റെ മുകളിൽ വെച്ച് കളിക്കും. അയ്യോ, അത് വേണ്ട, അത് വേണ്ട, പോടാ. എടാ കുഞ്ഞുങ്ങൾ മാത്രമല്ലേ അവിടെ ആക്കുന്നേ, അത് നമ്മൾക്ക് ടേബിൾ പൊക്കിക്കോ, എന്തായാലും ടേബിൾ പൊക്കിക്കോ. എടാ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ അവിടെ വെക്കും. അതൊക്കെ വെക്കാം. നിങ്ങളിപ്പോൾ ടേബിൾ പൊക്കിയില്ല. വാ 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 വാ. നിങ്ങളെന്ത് വല്ല മത്സരം വെച്ചിട്ടുണ്ടോ സെപ്പറേറ്റ് ചെയ്ത് നടക്കാനായിട്ട്? നീല് പറഞ്ഞ ഒട്ടിപ്പിടിച്ച് നടക്കുന്നു. ടേബിൾ ഇങ്ങോട്ട് പൊക്കി വാ. നീ ഓടിക്കുവോ? ഞങ്ങൾ വന്നോളാം. നീ ഇങ്ങോട്ട് ടേബിളും കൊണ്ട് വരുമ്പോളേ ഓടുവല്ലേ നടക്കുവടോ ചെയ്യുന്നത്. നീ ഓടിക്കുവോ? ഞങ്ങൾ നടന്നു വന്നോളാം. നീ ഇങ്ങോട്ട് നോക്കണ്ടടാ. എന്തിനാ നിനക്ക് ടേബിള് നമുക്ക് ഇവിടെ ഇട്ടാലോ? അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലിടാം. വേണ്ട വേണ്ട, ഓടോ. ഫ്ലോട്ടിങ് നമുക്ക് ഇപ്പം ഗൈസ് എന്തോ വന്നതാണ് ഗൈസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട ഗൈസ്. നിങ്ങളപ്പോൾ കേട്ടോന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആ സോഫ്റ്റ്വെയർ, അത് സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റിൻ്റെ ഗൈസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അല്ലേ ശ്രദ്ധിക്കാം ഗൈസ്. നമ്മൾ എന്തായാലും സ്റ്റോറി വീഡിയോയിൽ നോക്കാം. ടേബിൾ ഇവിടെ വയ്ക്കി, ഇവിടെ വയ്ക്കി ചെയ്യാം ഗൈസ്. നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ടേബിളും കൊടുക്കും ഗൈസ്. ഇന്ന് പിന്നെ ഒരു വീഡിയോ കൂടി കാണും ഗൈസ്, ചിലപ്പോൾ. അല്ലേ ചോദിക്കാം. അപ്പോൾ കുറേ പേര് ആരുഷിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിനൊക്കെ താങ്ക്സ് ഗൈസ്. നിങ്ങൾ ആരും ഇപ്പം ഈ ഇടയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല, അപ്പോൾ 24 സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. പിന്നെ കുറേ വീഡിയോസിൽ എൻ്റെ ചാനലിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എൻ്റെ ചാനലിൽ ആരും നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഷോർട്ട് ഫോമിൽ എൻ്റെ ചാനൽ TGS എന്നാണ്. പിന്നെ ആരിഷിൻ്റെ ഏജ് ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഞാനൊരു സെക്കൻഡ് ചാനൽ എന്തായാലും പതുക്കെ എപ്പോഴെങ്കിലും തുടങ്ങും ഗൈസ്. അപ്പം നിങ്ങൾ അതിൻ്റെ പേരൊന്ന് സജസ്റ്റ് ചെയ്യുക ഗൈസ്, കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റേതും സജസ്റ്റ് ചെയ്യുക. TGS ലൈവ് എൻ്റെ ചാനലിൽ ഇട്ടാലും മതി. യെസ്, സാറിൻ്റെ ചാനലിൽ വേണമെങ്കിൽ ഇട്ടോളൂ. വേണമെങ്കിൽ സത്യത്തിൻ്റെ ചാനലിലിടാം, വേണമെങ്കിൽ എൻ്റെ ചാനലിലിടാം. ഫസ്റ്റ് ഈ ചാനലിൻ്റെ പേര് കൊടുക്കണം. ആരുടെ ചാനലിൽ വേണം, ആരുടെ ചാനലിന് ആ പേര് കൊടുക്കണ്ടേ. ഇപ്പം എൻ്റെ ചാനലിൽ ആരുഷിൻ്റെ പേരിടുക, പക്ഷേ അത് കൊടുക്കുമ്പോൾ ആരുഷ് ഗെയിമിംഗ് ചാനൽ സെക്കൻഡ് ചാനൽ നെയിം എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ തോന്നുന്നത് അതേപോലെ കൊടുക്കുക അല്ലേ?
അതല്ലേ ഒന്ന് മനസ്സിലാവണ്ടേ ആരുടെ ചാനൽ. ഗൈസ് അപ്പോൾ ഞാൻ സെക്കൻഡ് ചാനലിൻ്റെ പേര് നിങ്ങൾ അഥവാ ഇപ്പോൾ സാത്തേക്ക് പറഞ്ഞില്ലേ AG ഗെയിമിങ്ങോ ഞാൻ SS ലൈവ്. ഗൈസ് ഞാൻ നോക്കണം ഗൈസ്. ഞാൻ 2-3 പേര് നിങ്ങൾക്ക് പറയാം. അതിലേത് പേരാ ഇടണ്ടെന്ന് നിങ്ങൾ പറയാം. ആരുഷ് 2.0, ആരുഷ് വൈറ്റി, പിന്നെ ഏത് സത്യം നീ കൂടി പറഞ്ഞാൽ മതി. AG ഗെയിമിങ് ഇടാം. ഞാൻ കുറച്ച് ഇത് തരാം. TGS ലൈവോ, TGS അൺബോക്സിങ്, TGS വ്ളോഗ്സ്. പിന്നെ ഗൈസ് അല്ലെങ്കിൽ ഞാൻ AG ഗെയിമിങ്ങിന് ഇടണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ ഗൈസ്. അല്ലെങ്കിൽ SS ലൈവ്, SS ഗെയിംസ്. ഗൈസ് അല്ലെങ്കിൽ നമുക്ക് AG ഗെയിമിങ്ങിന് ഇട്ടാൽ പോലെ ശ്രദ്ധിക്കാം. ഞാൻ SS ഗെയിംസ്. ഗൈസ് ഞാൻ എന്തായാലും നോക്കുന്നത് ഇത് ഇടാന്നാണ് ഗൈസ് എനിക്കൊരു പ്ലാൻ. സത്യം നിനക്കും തോന്നുന്നു ഈ പേര്? എൻ്റെത് ഈ പേര് എങ്ങനെ തോന്നുന്നു എനിക്ക് സത്യം. ഞാൻ എൻ്റെത് ഒരു തീർമാനിച്ചില്ല, പിന്നെ അതല്ലേ. ആ ശരിയാണല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റോറി വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ സംസാരിച്ച് സ്റ്റോറി വീഡിയോ ചെയ്യുന്നില്ല ഗൈസ്. 13 മിനിറ്റ്. എല്ലാവരും വാ എനിക്കടാ ഇപ്പോൾ പോവാണോ സൗത്തേക്ക്? ഗൈസ് അപ്പോൾ സാത്തേക്ക് വരട്ടെ ഗൈസ്. സൗണ്ട് കൊടുക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ ഈ ജാക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സൗണ്ട് ഞാനാണ് കൊടുക്കുന്നത് ഗൈസ്. ബാക്കി ഈ നിൽക്കുന്നതിലൊക്കെ ആൾക്കാരുടെയൊക്കെ സാത്തിക്കാണ് കൊടുക്കുന്നത് ഗൈസ്. മൈക്കിളിൻ്റെ സാത്തിക്കാണ് കൊടുക്കുന്നത്, ട്രെവറിൻ്റെ സാത്തിക്കാണ് കൊടുക്കുന്നത്, ഫ്രാങ്ക്ലിൻ്റെ സാത്തിക്ക് കൊടുക്കും, ഡോറേമോൻ്റെ സാത്തിക്ക് കൊടുക്കും. ഇയാളുടെ പേര് എന്തുവാന്ന് വെച്ചാൽ മോഹൻ്റെ സൗണ്ടും സാത്തിക്ക് കൊടുക്കും. ഷിംജാൻ്റെ സൗണ്ട് സാത്തിക്ക് തന്നെ കൊടുക്കണം. ചില സമയത്ത് മാറി ഞാൻ ചിലപ്പോൾ കൊടുക്കും. ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പേര് ചില സമയത്ത് മാത്രമേ ഞാൻ കൊടുക്കും ഗൈസ്. ഷിംജാൻ്റെ സൗണ്ട് എന്തായാലും സാത്തിക്ക് തന്നെ കൊടുക്കാറുണ്ട്. ചില സമയത്ത് ശ്രദ്ധയും കൊടുക്കാറുണ്ട് ഗൈസ്. അപ്പം കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ പാർട്ടി ഇനി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആ ടേബിള് നമ്മൾ ഓൾറെഡി അവിടെ ഇട്ടു. നീ കൊണ്ടുവച്ചല്ലേ? ആരൊക്കെ കൊണ്ടുവച്ചു? ട്രെവറും മൈക്കിളും കൊണ്ടുവച്ചു. ട്രെവറും മൈക്കിളും മോഹനും കൂടെ വെച്ചു. ഞാൻ ഷിംജാനോട് പറയാൻ പോകുന്നത്, നീ വണ്ടി പൊടി വല്ലതും അല്ലേ? ഞാൻ വണ്ടി പൊടിയണമെന്നല്ല നോക്കിയാൽ ഞാൻ ഗൈസിനോട് സംസാരിക്കുകയാണ്. അല്ല സാധാരണ നീ അത് ചെയ്യാറ്. പ്ലീസ് ഒരു മിനിറ്റ് നമുക്കൊന്ന് പോസ് ചെയ്യാം. ജാക്ക് എന്താ എൻ്റെ ചാനൽ ഇങ്ങനെ ചാനലൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാം. സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് ഈ സമയം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കഷ്ടപ്പെട്ടാണ് എഡിറ്റൊക്കെ ചെയ്യുന്നത്. അപ്പം ഡു സബ്സ്ക്രൈബ്. അതേടാ ഫ്രണ്ട് അത്ര എന്താണ് നീ ചുമ്മാ നിൽക്കുന്നേ? വല്ല ഓടുകയോ ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നലക്ക് ഒരു കാര്യം ചെയ്യും. നമ്മൾക്കില്ലേ ടോമി, അവൻ അവിടെ എന്ത് ചെയ്യുവാൻ നോക്കട്ടെ. ടോമി എന്താ പട്ടി? പട്ടിയുടെ പേര് കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ ചോക്കുന്നു. താൻ ലോസ് ആൻഡോസ്? ഞാൻ ലോസ് ആൻഡോസ് തന്നെ. എനിക്ക് ടോമി എന്തോടോ എന്താണ് നീ ഇവിടെ എന്ത് പറഞ്ഞു? എല്ല് കടിക്കും. എല്ല് കടിക്കുന്നു എന്താന്നല്ലേ? ഈ പാത്രത്തിരിക്കുന്ന എല്ല് അത് ഇതുവരെ എന്താക്കിയില്ലേ? ഞാൻ നക്കി കഴിക്കും. നിന്റെ ഫുഡ് ഞാൻ വെച്ചില്ല. മോഹൻ വെച്ചോന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് മോനെ വെച്ച ഫുഡ് തരണ്ടേ? ഫുഡ് ഇല്ല അല്ലേ പറയുന്ന പോലെ? ഇല്ല. ഞാൻ പോയി നോക്കിട്ട് അല്ല ഇവന്റെ കൂടിന്റെ കൂടിന്റെ അകത്ത് കൊണ്ട് ഞാൻ ഇന്നലെ വെച്ചേരുന്നാ. ടോമി ഇരുന്ന് കഴിക്കുക കേട്ടോ.
അപ്പം നിങ്ങൾ ഇനി ദ ഗെയിമേഴ്സ് സാത്വിക് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ മൈൻക്രാഫ്റ്റ് ഒക്കെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ആണ്. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് കളിക്കുന്നുണ്ട് ക്രാഫ്റ്റിംഗ് ആൻഡ് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് എങ്ങനെ അറിയാം ഗൈസ്? സത്യം പറഞ്ഞാൽ ഞാനിത് ഒരു ദിവസം ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാനിങ്ങനെ ഒരു ഗെയിം കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു സാത്വിക്കിനോട് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു സാത്വിക്ക് ഇതിൻ്റെ ചിലപ്പോൾ അറിയായിരിക്കും. സാത്വിക്കിനെ അറിയത്തില്ല. എനിക്കറിയായിരുന്നു ഗൈസ്, പക്ഷേ ആരിഷ് പറഞ്ഞപ്പോഴാണ് ഗ്രാഫിക്സ് എല്ലാം എനിക്ക് പിടികിട്ടിയത്. അങ്ങനെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇത് മൾട്ടിപ്ലെയറോ അത് ഇതൊക്കെ ഉണ്ടാകുന്നു. ചുമ്മാ ഞാനിങ്ങനെ സാത്വിക്ക് ഇപ്പം അത് കളിക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? പിന്നെ ക്രിയേറ്റീവ് മോഡും ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ട്, അഡ്വഞ്ചേഴ്സ് മോഡും ക്രിയേറ്റീവ് മോഡും സർവൈവലും. പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഹാർഡ് കോർ. ഞാൻ കുറേ സെർവർ നോക്കി, അതെല്ലാം ഞാൻ സ്പെക്ടേറ്ററായി ഇപ്പോൾ. അതാണ് മെയിൻ കോമഡി. അതിനകത്ത് എൻ്റെ മൈൻക്രാഫ്റ്റിൽ ഞാനൊരു സ്കിൻ എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റീവിൻ്റെ മുഖവും പിന്നെ അഡിഡാസ് ഫുള്ള് ഡ്രസ്സും അങ്ങനത്തെ ഒരെണ്ണം. അത് ഞാൻ അതിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഷിൻജാനൊന്നും വേണ്ട, മാറ്റി മാമ ഞാൻ ഇവിടെ ഉണ്ട്. മോനെ കാണുന്നില്ലടാ. ഇല്ലേ? ഇല്ല, അവൻ്റെ വയറ് അതിലിട്ട് വേറെ ഒന്നും കാണിച്ചില്ല. കണ്ട് അവൾക്ക് വല്ല ഓടുകയോ ചാടുകയോ. എടാ നമ്മൾക്ക് നമ്മൾ പണ്ട് പോയൊരു സ്ഥലം ഓർമ്മയുണ്ടോ? ഏത് സ്ഥലം? ആ സ്പീഡിൽ നമ്മൾക്ക് പോകാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം ഓർമ്മയുണ്ടോ? സാത്വിക് പറഞ്ഞത് അതേതാടാ? ആ മറ്റേ ഒരു ഉടുവരിയില്ലേ, അങ്ങോട്ട് പോയാലോ? മൈക്കിളിലെന്തുവാ ഇങ്ങനെ തലയാട്ടുന്നു? തല മാത്രമല്ല ബോഡിയോടെ ആട്ടുന്നു. ആ പിന്നെയും തുടങ്ങി. എന്താടാ ഇവന് ഭ്രാന്താ? നമുക്ക് എന്തായാലും ഒരു ഇതെടുക്കാം. തമ്പനിന് ഇടാനായിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. അത് എടുത്തിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ തമ്പനിയിൽ ഇടാനായിട്ടുള്ള ഇതെടുത്തു ഗൈസ്, പിക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. എടാ നമ്മൾക്ക് സാത്വിക് പറഞ്ഞ അവിടെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോകണോടെ? ചുമ്മാ ഇങ്ങനെ ജോഗിങ്ങിന് വരുമ്പോ നിങ്ങൾ കൂടെ വരുന്ന വണ്ടി എടുക്കും. വണ്ടി എടുക്കാൻ വണ്ടി ഓടിക്കൂ. അതെ, പൂളിൽ വീഴാതെ നോക്കണം. പൂളിലൊന്നും നമ്മൾ വീഴില്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ വീഴത്തേ ഇല്ല. നമ്മൾ വീണതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല. അതിപ്പോ ഒന്നും പറയണ്ട. ഈ പറയുന്ന നമ്മൾ ഒരു ദിവസം വീടതാണ്, അറിയാവോ? പറയട്ടെ ഗൈസിനോട്? വേണ്ട. എടാ ബൈക്കിലാണോ? ബൈക്കല്ലടോ, കാറ്. പിന്നെന്തിനാ ബൈക്കിൻ്റെ അങ്ങോട്ട് പോകും? പിന്നെ ബൈക്കിൻ്റെ അവിടുന്ന് ഞാനല്ലാതെ എനിക്ക് എന്തെങ്കിലും കാണിച്ചു. ഞാനെന്ത് ചാടി വരുന്നതെന്നറിയോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പാസഞ്ചർ സീറ്റ് കയറത്തില്ല. അതാണ് അതൊക്കെ കയറിക്കോ. കയറും. അപ്പം നമ്മൾ പാറ എടുത്തു. നമുക്കിനി ഇറങ്ങിപ്പോവാം. ഇന്റീരിയർ ഡ്രൈവ് ഓൺ ചെയ്യുക. ഞാൻ ഇപ്പം എന്തെങ്കിലും നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടാബിൻ്റെ കവറ് മാഗ്നറ്റ് ഉണ്ട് ഗൈസ് എൻ്റെ. അപ്പോൾ അത് മാഗ്നറ്റിൻ്റെ അത് അങ്ങോട്ട് ആയതുകൊണ്ടുള്ളൊരു ശബ്ദമാണ് ഗൈസ്. എൻ്റെ ടാബ് ഇപ്പം പോയത് കാരണം ചിലപ്പോൾ ഒരു പുതിയ ടാബ് മേടിക്കുവാണെങ്കിൽ ആ ടാബിൽ ദ ഗെയിമേഴ്സ് സാത്വിക് എന്ന് പറയുന്ന ആ ചാനലിൻ്റെ അതെടുത്തിട്ട് ഞാൻ എൻ്റെ ആ ടാബിൻ്റെ അൺബോക്സിങ്ങും പിന്നെ മറ്റേ എൻ്റെ അമ്മയുടെ പുതിയൊരു ഫോണുണ്ടായിരിക്കും
അത് അതിൻ്റെയും ആ പുതിയ ടാബിൻ്റെയോ ഫോണിൻ്റെയോ അതിൻ്റെ എല്ലാം അൺബോക്സിങ് ചെയ്യുന്നതാവും. ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോറി വീഡിയോയിലോട്ട് കിടക്കാം. സത്യല്ലേ മറക്കരുത്. മറക്കുന്നില്ല. അപ്പം ഗൈസ് എങ്ങനെയുണ്ട് സ്ഥലം? ഈ 2 ഗൈസിനോടാണ് ചോദ്യം. 2 ഗൈസ് കാരണം വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഗൈസും പിന്നെ വണ്ടിയിലിരിക്കുന്ന ഗൈസും കുഴപ്പമില്ല. അല്ലേ ഇവിടെ ഒന്ന് നടക്കാം. ഇനി നടക്കുന്നതിന് ഞങ്ങൾ കുറവേ ഉള്ളു ഫ്രണ്ടിനെ. ബാംഗ്ലൂരിൻ്റെ മൈക്കിള അത് തന്നെ ഇവിടെ പോലീസൊക്കെ ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ. അതാ ഇവിടെ ഇവിടെ മൈക്കിളിന്റെ ശബ്ദം ഇതല്ലല്ലോ, ഇത് ഫ്രാങ്ക്ലിന്റെ ശബ്ദം അല്ലേ, മോഹന്റെ ശബ്ദമല്ലേ? ഞങ്ങൾക്ക് 300 ശരി എന്താ ഇരട്ടകളാ. അയ്യോ അല്ല, മോഹന്റെ സൗണ്ട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇത് ഇരട്ടകളാ. അതാണ് ഒരു കുറച്ച് ഡിഫറൻസ്. പക്ഷെ സെയിം അല്ലേ ഏകദേശം. ഞാനിവിടെ ഇങ്ങനെ കടന്നു കളിക്കും. ഒരു കാര്യം പറയട്ടെ, നമ്മൾക്കില്ലേ സ്പീഡ് അവിടെ പോയി സ്റ്റോപ്പ്. ഇനി ബ്രേക്ക് അടിക്കാണ്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഏത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം? ആ ലൈനിൽ നിന്ന് പുറത്ത് പോകണ്ട, ആ ഗ്രീനിൽ ടച്ച് ചെയ്യാണ്ട് അത് ഫുള്ള് ആ ചെയ്യാലോ. പക്ഷെ എല്ലാ ലൈൻസിലും പോണേ. എന്നുവെച്ചാൽ ആക്സിലേറ്റർ വിട്ടു ഡ്രിഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആ പച്ചയിൽ തൊടാൻ പാടില്ല. ഓ അപ്പം ജസ്റ്റ് മിസ്സിന് തൊട്ടില്ലെന്ന് വേണം പറയാനായിട്ട് ഗൈസ്. നമുക്ക് തിരിച്ച് അതേപോലെ അങ്ങോട്ട് പോയാലോ. ഇനി അപ്പുറത്തെ സൈഡിൽ ആ സൈഡിലുമാണ്. ഈ ബുഷിലടിച്ചതിന് കുഴപ്പമുണ്ടോ? ഉണ്ട്, പച്ചയല്ലേ. അല്ല കുഴപ്പമില്ല, അത് അറിയാതെ അടിച്ചാണ്. 1 ചാൻസ് പോയി, ഇനി 2 ചാൻസ്. ആ ഗ്രാസിലോട്ട് കിടക്കരുത്, അതാണ് ഇനിയുള്ള ചലഞ്ച്. അപ്പുറത്തെ സൈഡും കൂടി കിടന്നിട്ട് അത് ഇടിച്ചില്ലെങ്കിൽ ഞാൻ ജയിക്കും. ആ സൈഡിലോട്ട് പോകുന്നത് ഇടിക്കരുത് സ്ട്രൈറ്റ് വയ്ക്കും. യെസ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട് എൻ്റെ സ്കില്ല്? ഇതൊക്കെ ഏതായാലും ചെയ്യാം. ഗൈസ് എൻ്റെ ഡ്രിഫ്റ്റിംഗ് സ്കിൽസ് കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ അകത്തുള്ള എങ്ങനെയുണ്ട് ഗൈസ്? കണ്ണ് കാണാണ്ട് ഓടിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, താൻ കണ്ണടച്ചിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഒരു കിടക്കാച്ച് ഡ്രിഫ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം ഗൈസ്. ഇയാൾ ഓട്ടക്കാരോ ഒന്ന് പാറ് ഗൈസ്. ഡ്രിഫ്റ്റ് കാണിക്കാൻ പോകുന്നു. ഈ ബസ് കണ്ടപ്പോഴാണ് ഞാനൊരു ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബസ്സിന്റെ ബാക്കിൽ നിന്ന് വന്നിട്ട് കറക്കി ബസ്സിന്റെ ഫ്രണ്ടിന് ഇടിച്ചു ഗൈസ് അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ. ഒന്ന് ഇടിച്ചു പിടിച്ചില്ല എന്ന് പറയുന്ന രീതിയിൽ ഫ്രണ്ട് ഈ ഫ്രണ്ട് സൈഡിലേക്ക് അത് ഇടിച്ചു പിടിച്ചില്ല. ഇത് കുറച്ച് ദൂരെയാണ്. ഞാൻ ഇടിച്ചു പിടിച്ചില്ല. ഫ്രണ്ടിലോട്ട് നീ ആ സൈഡിൽ നിന്ന് വന്നിട്ട് ഫുൾ ആ സൈഡിൽ നിന്ന് വന്ന് 360 അല്ല 30. ഗൈസ് ഇടാ ശ്രദ്ധിക്കാതിട്ടുണ്ടായിരുന്നു. അയാള് ഗൈസ് ആ വാഗനറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇയാളെ സൈക്കിളിൽ ഇടിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ഡ്രിഫ്റ്റ് അടിച്ച്. അത് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടാം. ശ്രദ്ധിക്കാതെ ഡ്രിഫ്റ്റ് കൊള്ളാം. ഏത് പൊട്ടനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏത് പൊട്ടനും അല്ല, ഏത് സത്യത്തിന് ചെയ്യാനുള്ള കാര്യമാണ്. അല്ല, ഏത് പൊട്ടനും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിഫ്റ്റ് ചെയ്യും. അതാണ് പൊട്ടൻ. സ്വിങ്
അതിന് എന്തുവാ സ്ക്രാച്ച് വരുത്തിക്കൊണ്ട് പോകും. ഇനി പോലീസ് ഡ്രിഫ്റ്റ് അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ കാണുന്നുണ്ട് ഗായ്സ്. ഈ കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാനാണ് ഇത് ചെയ്തത്. ഏത് പൊട്ട പോലീസാണ്. ഓടിക്കൂ. പോലീസുകാര് എന്റെ പൊന്നു സാധിക്കാൻ ഇവിടെ ഡ്രിഫ്റ്റ് കളിക്കാൻ ഡ്രിഫ്റ്റ് ചെയ്യാനേ പറ്റൂ. നീ ഒന്ന് ബ്രേക്ക് അടിക്കാതിരിക്കും സാധിക്കാൻ. റിവേഴ്സ് ഡ്രിഫ്റ്റ്. ഈ ബ്രേക്ക് അടിക്കാമോ മണ്ടേ ഈ ബോൾ റൈഡ് അടിച്ച് അയ്യോ നശിപ്പിച്ച് ഇവരെന്റെ വണ്ടി. ഡോറേമോനും മോഹനും ഷിൻജാനും കേറിയിട്ട് അവരിനി കേറണ്ട അവര് ഡോറേമോൻ ഇനി കേറണ്ട. എടാ ഡോറേമോനെ ഒന്ന് കേറിക്കാൻ. എവിടെ അതേ കൊച്ചുകുട്ടിയാണത്. എടാ ഡോറേമോൻ പൊട്ട അത് കേറ് വേണ്ടത്. അവനിനി കേറണ്ട. അല്ല പിന്നെ കേറ് ഡോറേമോനെ. എന്താന്നറിയ ഡോറേമോനെ നീ ഇപ്പൊ അങ്ങനത്തെ സ്റ്റണ്ടൊക്കെ പഠിച്ച. ഞാൻ വണ്ടി എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഡോറ് വന്ന് കയറാനൊക്കെ പഠിച്ചാലോ ഡോറേമോനെ നീ? അല്ല പിന്നെ നീ അതെപ്പം പഠിച്ച്? മനസ്സിലായി ഏതാ വണ്ടിയെന്ന് പഠിച്ചതാണ്. നീ അല്ലേ പഠിപ്പിച്ചു കൊടുക്കാൻ? ഓ പിന്നെ അന്തർഹിന്ദന നീ ഇടക്കിടക്ക് ചെയ്യാറുള്ളതാണല്ലോ. നീ കണ്ടിട്ടുള്ളതാണല്ലോ. അതിന് അവൻ പഠിക്കുന്നേ. ഞാൻ നിന്റെ ഫ്രണ്ട് നീ കാണിക്കുന്നല്ല പിന്നെ എന്ത് പറയുന്നു? ഞാൻ അവൻ കാണിക്കുന്നത് എങ്ങനെയാക്കി ചെയ്ത് ചെയ്തു കൊടുക്കും. മോനെ ഇനി നീ കാണിക്കുന്ന ഞാൻ ചെയ്യാം. ആ വണ്ടിന്ന് ഇറങ്ങടാ. ഇത് എന്ത് പാർക്ക്? പിന്നെ വണ്ടി പാർക്ക് ചെയ്യണ്ടേ? എന്തോന്നോ മൈക്കിളെ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ തമ്പനയിൽ ഇടാനായിട്ട് അടിപൊളി ഒരു പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അല്ല ഒന്നുകൂടെ പറയാം ഗൈസ്. അപ്പം എല്ലാവരും കൂടി പറഞ്ഞോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓൾ നോട്ടിഫിക്കേഷൻ കിട്ടണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ